വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പ്രതിഷ്ഠ 6-ാം ദിവസം. 3-ാം വ്യാകുലം. ദിവ്യ പൈതലിനെ പരിച്ഛേദനത്തിന് സമർപ്പിക്കുന്ന യൗസേപ്പ്. ശിശുവിന് പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ലൂക്ക 1:21. ധ്യാനം. തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് നീറണമെന്നില്ല. തെറ്റിൻ്റെ ഫലം അവർ അനുഭവിച്ചു എന്ന് പറഞ്ഞ് നാം ആശ്വസിക്കും. ആദത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരെല്ലാം പരിച്ഛേദന കർമ്മം സ്വീകരിച്ചേ മതിയാകൂ. തലമുറകൾ പലതും കഴിഞ്ഞിട്ടും ബലികൾ പലതും നടത്തിയിട്ടും പാപത്തിൻ്റെ ദുഷിച്ച ഫലങ്ങൾ വിട്ടുമാറിയിരുന്നില്ല. അതിനാൽ ഹെബ്രായ പാരമ്പര്യത്തിൽ പിറന്നു വീഴുന്നവരൊക്കെ നിയമമനുസരിച്ച് ഛേദനകർമ്മം നിർവഹിക്കണം. പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടിയാണിത്. എന്നാൽ ദൈവകുമാരൻ പാപരഹിതനല്ലേ? സ്വർഗപിതാവിൻ്റെ അരുമജാതൻ. ദൈവമാകയാൽ നിയമത്തിന് അതീതനാണ്. മനുഷ്യനായി അവതരിച്ചതിനാൽ എല്ലാ നിയമങ്ങൾക്കും കീഴ്വഴങ്ങുകയും വേണം. ജോസഫിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. 8-ാം ദിവസമായപ്പോൾ പരിച്ഛേദനത്തിനായി കുഞ്ഞിനെ സമർപ്പിക്കണം. മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരത്തിനായി അവൻ ചിന്താനിരിക്കുന്ന പരിശുദ്ധ രക്തത്തിൻ്റെയും കഠിന സഹനത്തിൻ്റെയും പ്രതീകമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവ പൈതൽ സ്വീകരിക്കുന്ന ഈ മഹാത്യാഗത്തിൻ്റെ 3 തലങ്ങൾ യൗസേപ്പിനെ ചിന്താകുലനാക്കി. പാപികളായ മനുഷ്യരുമായി താദാത്മ്യം പ്രാപിച്ച് ആദിപാപത്തിൻ്റെ പ്രതിക്രിയയായ ഛേദനാചാരകർമ്മത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നു. പരിച്ഛേദനത്തിൻ്റെ വേദന ബോധപൂർവം സ്വീകരിക്കുന്നു. തീക്ഷ്ണമായ സ്നേഹത്തിൽ ആദ്യമായി രക്തം ചൊരിയുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതിൻ്റെ വേദനയാണിത്. ഇതിനുവേണ്ടിയാണല്ലോ ദൈവസുതൻ അവതരിച്ചിരിക്കുന്നതും. വരാനിരിക്കുന്ന നാളുകളിൽ ഇവൻ കടന്നുപോകേണ്ടിയിരിക്കുന്ന വേദനകളുടെ ആദ്യ ശബ്ദം പൈതലിൻ്റെ കരച്ചിലിൽ യൗസേപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു. കല്ലുകൊണ്ടുണ്ടാക്കിയ കത്തിയാണ് പരിച്ഛേദനത്തിന് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ പാറയിലാണ് അവർ കത്തി ഉപയോഗിക്കുന്നത്. എന്നാൽ ജോസഫിന് അറിയാമായിരുന്നു ഈശോ സ്വീകരിച്ചത് മറ്റുള്ളവർക്കായുള്ള പരിച്ഛേദനമാണെന്ന്. ഇനി മുതൽ ഇവനിൽ സ്നാനം സ്വീകരിക്കുന്നവരൊക്കെ ഇവനിൽ രക്ഷ കണ്ടെത്തും. ഓ ഭാഗ്യമേ! അവതാരം ചെയ്ത വചനത്തിൻ്റെ അപ്പനാകാനുള്ള ഭാഗ്യം എനിക്കായി കരുതി വച്ചുവല്ലോ. ഒരിക്കലും അർഹതയില്ലാത്ത സമ്മാനമാണല്ലോ നീ എനിക്ക് തന്നിരിക്കുന്നത്. എന്നെന്നും നിന്റെ സ്വന്തമായിരിക്കാൻ എന്നെ സഹായിക്കുക. ബലിക്കുഞ്ഞാടിനെയാണല്ലോ താൻ ചേർത്ത് പിടിച്ചിരിക്കുന്നതും വളർത്തുന്നതും എന്ന ചിന്ത കുത്തി നോവിക്കുമ്പോഴും വരാനിരിക്കുന്ന മാനവകുലത്തിൻ്റെ രക്ഷ യൗസേപ്പിനെ ആനന്ദിപ്പിച്ചു. പുരോഹിതൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ പേര് എന്താണ്? മറിയത്തെയും ചേർത്ത് പിടിച്ച് യൗസേപ്പ് പറഞ്ഞു, യേശു എന്നാണ് അവൻ്റെ പേര്. മാലാഖമാരുടെ ഗീതവും സ്വർഗവാസികളുടെ സ്തുതികളും അവിടെ നിറഞ്ഞു നിന്നു. അതേസമയം പാതാള ഗോപുരങ്ങൾ ഞെട്ടിവിറച്ചു. നാരകീയ സേനകളെ നിഷ്പ്രഭമാക്കുന്നവനാണല്ലോ ഇവൻ. യൗസേപ്പും മറിയവും ഇതെല്ലാം കൺമുൻപിൽ എന്ന പോലെ കാണുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന. ബലിക്കുഞ്ഞാടായ ദിവ്യ പൈതലിനെ കൈകളിൽ എടുത്തപ്പോൾ നീ അനുഭവിച്ച ദൈവസ്നേഹം വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്കും പകർന്നു തരേണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളേണമേ. ആമേൻ. ദൈവിക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വാനായ മാർ യൗസേപ്പേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എനിക്ക് മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വാനായ മാർ യൗസേപ്പേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേ പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.